പശ്ചിമേഷ്യയിൽ രക്തരൂക്ഷിതമായ പോരാട്ടം തുടരുമ്പോഴും അതിനേക്കാൾ തീവ്രമായ സൈബർ യുദ്ധത്തിലാണ് ഇറാനും അമേരിക്കയും. മിസൈലുകൾ അയക്കുന്നതിനേക്കാൾ വേഗത്തിൽ നുണപ്രചാരണങ്ങൾ പുറപ്പെടുവിച്ച് പശ്ചിമേഷ്യയിൽ ഇറാനും അമേരിക്കയും തമ്മിൽ അതിശക്തമായ ഒരു സൈബർ യുദ്ധം മുറുകുകയാണ്. യുദ്ധഭൂമിയിലെ നേരിട്ടുള്ള ഏറ്റുമുട്ടലിനൊപ്പം തന്നെ ഡിജിറ്റൽ ലോകത്തെ ഈ പോരാട്ടം ആഗോളതലത്തിൽ വലിയ ചർച്ചയായി കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ 2 ആഴ്ചയായി ഇന്റർനെറ്റ് പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ട ഇറാനിൽ ഭരണകൂടം തങ്ങളുടെ പ്രചാരണങ്ങൾ ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. റവല്യൂഷണറി ഗാർഡുകൾ ജനങ്ങളുടെ മൊബൈൽ ഫോണുകളിലേക്ക് നേരിട്ടയക്കുന്ന സന്ദേശങ്ങൾ ഇതിന്റെ ഭാഗമാണ്. അമേരിക്കൻ സൈനിക താവളങ്ങൾ തകർത്തെന്നും യുദ്ധത്തിൽ തങ്ങൾ വലിയ വിജയം നേടിയെന്നും ഇറാൻ അവകാശപ്പെടുമ്പോൾ പുറം ലോകത്തെ വിവരങ്ങൾ അറിയാൻ കഴിയാത്ത ഇറാനികൾ വലിയ ആശയക്കുഴപ്പത്തിലാണ്. ഇറാന്റെ ഈ ഡിജിറ്റൽ ബ്ലാക്ക് ഔട്ട് ജനങ്ങളെ ഇരുട്ടിലാക്കി യുദ്ധവിജയം കൃത്രിമമായി നിർമ്മിച്ചെടുക്കാനുള്ള തന്ത്രമാണെന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. മറുഭാഗത്ത് അമേരിക്കയും ഒട്ടും പിന്നിലല്ല. പെന്റഗണും ട്രംപ് ഭരണകൂടവും പുറത്തുവിടുന്ന യുദ്ധ ദൃശ്യങ്ങൾ പലപ്പോഴും കോൾ ഓഫ് ഡ്യൂട്ടി പോലുള്ള വീഡിയോ ഗെയിമുകളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. യുദ്ധത്തെ ഒരു ആഘോഷമായി ചിത്രീകരിക്കുന്നതിലൂടെ ആഭ്യന്തര പിന്തുണ ഉറപ്പാക്കുകയാണ് വാഷിംഗ്ടൺ ലക്ഷ്യമിടുന്നത്. അത്യാധുനിക സൈനിക ശക്തിയെ അതിശയോക്തിയോടെ അവതരിപ്പിക്കുമ്പോഴും ഇറാൻ ഭാഗത്തുണ്ടാകുന്ന കനത്ത ആൾനാശത്തെക്കുറിച്ച് മൗനം പാലിക്കുന്നതിലൂടെ യുദ്ധത്തിന്റെ ഭീകരത മറച്ചുവെക്കാൻ അമേരിക്കയും ശ്രമിക്കുന്നുണ്ട്. ഈ വിവരസാങ്കേതിക യുദ്ധം സിവിലിയന്മാരുടെ ജീവൻ കൂടുതൽ അപകടത്തിലാക്കുന്നുവെന്നാണ് മനുഷ്യാവകാശ സംഘടനകളുടെ വാദം. മാത്രമല്ല, ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഏറ്റെടുത്തതിലൂടെ ആഗോള സമ്പദ് വ്യവസ്ഥയെ ഇറാൻ മുട്ടുകുത്തിച്ചുവെന്നാണ് ഭരണകൂടത്തിന്റെ അവകാശവാദം. വാർത്താവിനിമയ സംവിധാനങ്ങൾ തടസ്സപ്പെട്ടതോടെ പുറം ലോകത്തെ വിവരങ്ങൾ അറിയാൻ കഴിയാത്ത ഇറാനികൾക്കിടയിൽ കടുത്ത ആശയക്കുഴപ്പമാണ് നിലനിൽക്കുന്നത്. ഉത്തര കൊറിയയിലേതുപോലെ സർക്കാർ നൽകുന്ന വാർത്തകൾ മാത്രം വിശ്വസിക്കേണ്ടി വരുന്ന അവസ്ഥയാണിതെന്ന് ഇറാനിലെ സാധാരണക്കാർ അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നുണ്ട്. സത്യാവസ്ഥ മറച്ചുവെച്ച് ജനങ്ങൾക്കിടയിൽ യുദ്ധവിജയം കൃത്രിമമായി നിർമ്മിച്ചെടുക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നതെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നു. മറുഭാഗത്ത് അമേരിക്കയുടെ സ്ഥിതിയും ഇതുതന്നെയാണ്. പെന്റഗണും ട്രംപ് ഭരണകൂടവും പുറത്തുവിടുന്ന യുദ്ധ ദൃശ്യങ്ങൾ പ്രശസ്തമായ കോൾ ഓഫ് ഡ്യൂട്ടി, GTA തുടങ്ങിയ വീഡിയോ ഗെയിമുകളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണെന്ന് വിമർശനമുയരുന്നുമുണ്ട്. US സൈനിക ശക്തിയെ അതിശയോക്തിയോടെ ചിത്രീകരിക്കുന്ന ഈ വീഡിയോകളിൽ ഇറാന്റെ ഭാഗത്തുണ്ടായ ആൾനാശത്തെക്കുറിച്ച് മൗനം പാലിക്കുന്നു. യുദ്ധത്തെ ഒരു ആഘോഷമായി ചിത്രീകരിക്കുന്നതിലൂടെ ആഭ്യന്തര പിന്തുണ ഉറപ്പാക്കാനാണ് വാഷിംഗ്ടൺ ലക്ഷ്യമിടുന്നത്. യുദ്ധഭൂമിയിലെ മിസൈലുകളെക്കാൾ വേഗത്തിൽ ഇരു രാജ്യങ്ങളും നുണപ്രചാരണങ്ങൾ പടച്ചുവിടുകയാണെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാന്റെ ഇന്റർനെറ്റ് ഷട്ട് ഡൗൺ ഒരു യുദ്ധക്കുറ്റമാണെന്ന് മനുഷ്യാവകാശ സംഘടനകൾ ആരോപിക്കുന്നു. കൃത്യമായ വിവരങ്ങൾ ലഭിക്കാത്തത് സിവിലിയന്മാരുടെ ജീവൻ അപകടത്തിലാക്കുന്നു. വരും ദിവസങ്ങളിൽ ഈ വിവരസാങ്കേതിക യുദ്ധം കൂടുതൽ സങ്കീർണമാകാനാണ് സാധ്യത. അതേസമയം പശ്ചിമേഷ്യയിലെ യുദ്ധക്കളത്തിൽ ഇറാനെ തൊട്ട് കൈപൊള്ളിയ അവസ്ഥയിലാണെന്ന് അമേരിക്കയും ഇസ്രായേലും. ഏകദേശം $79 മില്യൺ അമേരിക്കൻ വിലമതിക്കുന്ന അമേരിക്കൻ വ്യോമസേനയുടെ ആകാശത്തെ നട്ടെല്ലായ KC-135 സ്ട്രാറ്റോ ടാങ്കർ ഇറാഖിന്റെ പടിഞ്ഞാറൻ വ്യോമപരിധിയിൽ തകർന്നു വീണത് കേവലം ഒരു സാങ്കേതിക തകരാറോ യാദൃശ്ചികമായ അപകടമോ അല്ല, മറിച്ച് പശ്ചിമേഷ്യയിലെ സൈനിക സമവാക്യങ്ങളെ പാടെ മാറ്റിമറിച്ച തന്ത്രപരമായ ഒരു പ്രഹരമാണ്. ഇറാന്റെ കരുത്തുറ്റ വ്യോമ പ്രതിരോധ സേന അത്യാധുനിക മിസൈലുകൾ ഉപയോഗിച്ച് നടത്തിയ കൃത്യമായ ആക്രമണത്തിലാണ് ഈ ഭീമൻ വിമാനം തകർന്നതെന്ന വാർത്തകൾ പുറത്തുവരുമ്പോൾ ലോകത്തിനു മുന്നിൽ ചോദ്യം ചെയ്യപ്പെടുന്നത് അമേരിക്കയുടെ അജയ്യമായ പ്രതിരോധ സംവിധാനങ്ങളുടെ വിശ്വാസ്യതയാണ്. യുദ്ധവിമാനങ്ങൾക്ക് ആകാശത്ത് വെച്ച് ഇന്ധനം നിറച്ചു നൽകി ദീർഘദൂരാക്രമണങ്ങൾക്ക് കരുത്തു പകരുന്ന ഈ ഫ്ലൈയിങ് പെട്രോൾ പമ്പ് തകർക്കപ്പെട്ടതോടെ മേഖലയിലെ അമേരിക്കൻ വ്യോമസേനയുടെ ഓപ്പറേഷൻ ശേഷിക്ക് കനത്ത ആഘാതമാണ് ഏറ്റിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.